നൈസ് തങ്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട 1000 ചോദ്യങ്ങൾ എന്ന സീരീസിലെ 4ാമത്തെ പാർട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ. ഏത് വർഷത്തിലാണ് ഗാന്ധിജി യൂറോപ്യൻ വസ്ത്രങ്ങളും പാലും നിർത്തലാക്കിയതും തൻ്റെ ഭക്ഷണക്രമം ചുരുക്കിയതും ദക്ഷിണാഫ്രിക്കയിലെ തൻ്റെ ഭക്ഷണക്രമം തന്നെ നിയന്ത്രിച്ചതും? 1912. ഗാന്ധിജിയുടെ രണ്ടാമത്തെ സഹോദരൻ കഴ്സൺ ദാസ് അന്തരിച്ചതെന്ന്? 1913 ജൂൺ 22 രാജ്കോട്ടിൽ വച്ച്. ഇന്ത്യൻ കുടിയേറ്റക്കാരെ സ്വതന്ത്രരാക്കുവാൻ ഗാന്ധിജി 1906 ഒരു വലിയ ജനകീയ പ്രക്ഷോഭ മാർച്ച് തന്നെ സംഘടിപ്പിക്കുകയുണ്ടായി. മറ്റൊരു പ്രക്ഷോഭ മാർച്ച് എപ്പോഴായിരുന്നു? 1913 നവംബർ 6. കസ്തൂർബ പാസീവ് റെസിസ്റ്റൻസ് സമരത്തിൽ 1913 ഏപ്രിലിൽ ചേർന്നു. 1913 എപ്പോഴാണ് അവരെ അറസ്റ്റ് ചെയ്തത്? സെപ്റ്റംബർ 22. 23 ഓൾക്രസ്റ്റ് ജയിലിലാക്കി. 3 മാസം കഠിന തടവ്. ന്യൂ കാസിലിലെ കൽക്കരി ഖനികളിലെ ഇന്ത്യൻ തൊഴിലാളികൾ പണിമുടക്ക് പ്രഖ്യാപിച്ചതോടെ സത്യാഗ്രഹ സമരം നിർണായക ഘട്ടത്തിലെത്തി. എപ്പോഴായിരുന്നു അത്? 1913 ഒക്ടോബർ 17. ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ആരായിരുന്നു സത്യാഗ്രഹികളായി മാർച്ച് ചെയ്ത ആർമിക്ക് നേതൃത്വം നൽകിയത്? HSL പോളക്. സ്ത്രീ സത്യാഗ്രഹികളുടെ സമരം തുടരാനുള്ള ആഹ്വാനത്താൽ പ്രേരിതരായി ന്യൂ കാസിൽ കൽക്കരി ഖനിയിലെ എത്ര ഇന്ത്യൻ സ്ത്രീ സത്യാഗ്രഹികൾ ന്യൂ കാസിൽ കൽക്കരി ഖനിയുടെ സത്യാഗ്രഹത്തോടനുബന്ധിച്ചുണ്ടായിരുന്നു? 3000 സ്ത്രീകൾ. ഗാന്ധിജിയെ ദക്ഷിണാഫ്രിക്കൻ ജയിലിൽ നിന്നും നിബന്ധനകളില്ലാതെ വിട്ടയച്ചതെന്ന്? 1913 ഡിസംബർ 18. സോളമൻ കമ്മീഷൻ ശുപാർശ പ്രകാരം. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സമാരംഭിച്ച സത്യാഗ്രഹ പരിപാടി അവസാനം ജനറൽ സ്മട്സുമായി ഉണ്ടാക്കിയ കരാർ അനുസരിച്ച് ക്രമേണ സത്യാഗ്രഹികളെ വിട്ടയച്ചത് എന്നു മുതൽക്കാണ്? 1914 ജനുവരി മുതൽ. ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനം അവസാനിപ്പിച്ചു. ഇന്ത്യൻ റിലീഫ് ആക്ട് നിലവിൽ വന്നത് എന്ന്? ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനം അവസാനിപ്പിച്ച് ഇന്ത്യൻ റിലീഫ് ആക്ട് നിലവിൽ വന്നത് എന്ന്? 1914 ജൂലൈ 1. 1914 ജൂലൈ 1 ഇന്ത്യൻ റിലീഫ് ആക്ട് നിലവിൽ വന്നത്. ഗാന്ധിജി സഹന സമര മുന്നണി രൂപീകരിച്ച വർഷമേത്? 1906. ട്രാൻസ്വാളിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി 2 പ്രതിനിധികളെ ഓർഡിനൻസ് സംബന്ധമായുള്ള കാര്യങ്ങൾ വിശദീകരിക്കുവാനായി അയക്കുവാൻ തീരുമാനിച്ചു. 1906 ഒക്ടോബറിൽ ഇംഗ്ലണ്ടിലേക്ക് അയച്ച പ്രതിനിധികളിൽ ഒരാൾ ഗാന്ധിയായിരുന്നു. മറ്റേയാൾ ആരാണ്? HO അലെ. 1906 ഒക്ടോബർ 1. ഒരിക്കൽ കൂടി, ട്രാൻസ്വാളിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി 2 പ്രതിനിധികളെ ഓർഡിനൻസ് സംബന്ധമായുള്ള കാര്യങ്ങൾ വിശദീകരിക്കുവാനായി അയക്കുവാൻ തീരുമാനിച്ചു. 1906 ഒക്ടോബറിൽ ഇംഗ്ലണ്ടിലേക്ക് അയച്ച പ്രതിനിധികളിൽ ഒരാൾ ഗാന്ധിജിയായിരുന്നു. മറ്റേയാൾ ആരാണ്? HO അലെ. ടറ എന്താണ്? ട്രാൻസ്വാൾ ഏഷ്യാറ്റിക് രജിസ്ട്രേഷൻ ആക്ട് 1907 മാർച്ച് 22 നിലവിൽ വന്നു. ടെറ എന്താണ്? ട്രാൻസ്വാൾ എമിഗ്രൻസ് റെസ്ട്രിക്ഷൻ ആക്ട് 1908 ജനുവരി 1 നിലവിൽ വന്നു. 1907 ജൂലൈ 1 ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം ആദ്യത്തെ പെർമിറ്റ് ഓഫീസ് തുറന്നത് എവിടെയായിരുന്നു? പ്രിട്ടോറിയ. ഗാന്ധിജിയുടെ ആദ്യത്തെ ജയിൽവാസം എന്ന്? 1908 ജനുവരി 10 ജോഹന്നാസ്ബർഗ്. 2 മാസത്തെ കഠിന തടവ്. എന്തിനാണ് ഗാന്ധിജിയെ ശിക്ഷിച്ചത്? ടറ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യാത്തതിനാൽ. സെറ്റിൽമെൻറ്റിൻ്റെ നിബന്ധനകളെപ്പറ്റി സംസാരിക്കുവാൻ ജയിലിലുള്ള ഗാന്ധിജിയുടെ അടുത്തേക്ക് ആരെയാണ് ജനറൽ സ്മട്സ് അയച്ചത്? ആൽബർട്ട് കാർട്ട്റൈറ്റ്. ആൽബർട്ട് കാർട്ട്റൈറ്റ്. ഗാന്ധിജി ആദ്യമായി ദക്ഷിണാഫ്രിക്കയിൽ ഹർത്താൽ ആചരിച്ചതെന്ന്?
1908 ജൂലൈ 23. എന്നാണ് ഗാന്ധിജിയും കൂട്ടരും ടറ നിയമത്തെ എതിർക്കുവാൻ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ അഗ്നിക്കിരയാക്കിയത്? 1908 ഓഗസ്റ്റ് 16. ദക്ഷിണാഫ്രിക്കയിൽ വച്ച് ജനറൽ സ്മട്സുമായി ഗാന്ധിജി ഉടമ്പടിയിൽ ഏർപ്പെട്ടതിനാൽ അദ്ദേഹത്തെ ആക്രമിച്ച ഇന്ത്യൻ തീവ്രവാദി ആര്? മിർ ആലം. 1908 ഫെബ്രുവരി 10. ഒരിക്കൽ കൂടി നോക്കൂ. ദക്ഷിണാഫ്രിക്കയിൽ വച്ച് ജനറൽ സ്മട്സുമായി ഗാന്ധിജി ഉടമ്പടിയിൽ ഏർപ്പെട്ടതിനാൽ അദ്ദേഹത്തെ ആക്രമിച്ച ഇന്ത്യൻ തീവ്രവാദി മിർ ആലം. പ്രിട്ടോറിയയിൽ വച്ച് ഗാന്ധിജിയും ജനറൽ സ്മട്സുമായി ധാരണയിലേർപ്പെട്ട വർഷം ഏത്? 1908 ജനുവരി 30. ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം എന്തിനു വേണ്ടിയായിരുന്നു? ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണ വിവേചനത്തിനെതിരെ. ഗാന്ധിജി 2ാം പ്രാവശ്യം ഇംഗ്ലണ്ട് സന്ദർശിച്ചതെന്ന്? 1906 SS അർമഡ കപ്പലിൽ കേപ്പ് ടൗൺ മുതൽ സതാംപ്ടൺ വരെ. ഗാന്ധിജിയുടെ 2ാമത് ഇംഗ്ലണ്ട് യാത്രയിൽ കൂടെ ഉണ്ടായിരുന്ന പ്രമുഖ വ്യക്തിയാര്? മിസ്റ്റർ HO അലൈ. ഗാന്ധിജി ഏതു വർഷമാണ് ഭൗതിക സ്വത്തുക്കളോടുള്ള വിയോജിപ്പിനെക്കുറിച്ച് തൻ്റെ മൂത്ത സഹോദരനായ ലക്ഷ്മിദാസിന് കത്തെഴുതിയത്? 1906. ഗാന്ധിജി ബ്രഹ്മചര്യവ്രതം എടുത്ത വർഷം ഏത്? 1906 ജൂലൈ 20, 36ാമത്തെ വയസ്സിൽ. ഗാന്ധിജിയുടെ സമരമാർഗം സത്യാഗ്രഹം. സത്യാഗ്രഹം എന്ന് ഗാന്ധിജിയുടെ സമരമുറയ്ക്ക് പേര് നിർദ്ദേശിച്ചതാര്? മകൻലാൽ ഗാന്ധി. മകൻലാൽ ഗാന്ധിയാണ് സത്യാഗ്രഹം എന്ന് ഗാന്ധിജിയുടെ സമരമുറയ്ക്ക് പേര് നിർദ്ദേശിച്ചത്. സത്യാഗ്രഹം എന്ന വാക്ക് എങ്ങനെയാണുണ്ടായത്? സദാഗ്രഹ, സത് സത്യം, ആഗ്രഹ ഉറച്ചു നിൽക്കുക. എന്തിനെതിരെയാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആദ്യ സത്യാഗ്രഹം സംഘടിപ്പിച്ചത്? ഏഷ്യാറ്റിക് ലോ അമെൻമെൻറ്റ് ഓർഡിനൻസ് ബില്ലിനെതിരെ. ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ വന്ദേ മാതരം ആലപിച്ചത് എന്ന്? 1906. ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നേറ്റാൾ 1906 സെപ്റ്റംബർ 11. ഗാന്ധിജി സത്യാഗ്രഹം എന്ന സമരമുറ ലോകത്തിന് നൽകിയതെന്ന്? 1906 സെപ്റ്റംബർ 11. ഗാന്ധിജി സത്യാഗ്രഹമുറയുടെ തുടക്കം കുറിച്ചത് എവിടെ വച്ചാണ്? ദക്ഷിണാഫ്രിക്ക. ഗാന്ധിജിയുടെ സത്യാഗ്രഹത്തിൻ്റെ തത്വങ്ങൾ എന്തൊക്കെ? സത്യം, അക്രമരാഹിത്യം, നിസ്വാർത്ഥത. ഗാന്ധിജിയുടെ സത്യാഗ്രഹത്തിൻ്റെ തത്വങ്ങൾ എന്തൊക്കെ? സത്യം, അക്രമരാഹിത്യം, നിസ്വാർത്ഥത. എത്ര പൗണ്ടാണ് ഫീനിക്സ് സെറ്റിൽമെൻറ്റിന് വേണ്ടി ഗാന്ധിജി ചെലവാക്കിയത്? 5000 പൗണ്ട്. ഫീനിക്സ് സെറ്റിൽമെൻറ്റ് സ്ഥാപിക്കാൻ ഗാന്ധിജിയെ സഹായിച്ച സുഹൃത്തുക്കൾ ആര്? ആൽബർട്ട് വെസ്റ്റ്, റവറൽ ജോസഫ് ജെ ഡോക്ക്, ഹെൻറി SL പോളക്ക്. ഒരിക്കൽ കൂടി. ആൽബർട്ട് വെസ്റ്റ്, റവറൽ ജോസഫ് ജെ ഡോക്ക്, ഹെൻറി SL പോളക്ക്. അടുത്ത ചോദ്യം. ഫീനിക്സ് സെറ്റിൽമെൻറ്റിൽ മാസാന്ത്യ അലവൻസായി കർത്തവനെന്നോ ദേശവാസിയെന്നോ പരിഗണനയില്ലാതെ ഓരോ അംഗത്തിനും നിശ്ചയിച്ച തുക എത്രയായിരുന്നു? 3 പവൻ. ഫീനിക്സ് സെറ്റിൽമെൻറ്റിൽ ശമ്പളം പറ്റുന്ന ജോലിക്കാർ കൂടാതെ സ്ഥിരതാമസമാക്കിയവർക്കും കായികമായ തൊഴിൽ ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഓരോ സ്ഥിരവാസിക്കും എത്ര ഭൂമിയാണ് കൊടുത്തിരുന്നത്? 3 ഏക്കർ. ഫീനിക്സിൽ നിന്ന് ഇന്ത്യൻ ഒപ്പീനിയൻ്റെ ആദ്യ പതിപ്പ് പുറത്തിറക്കിയതെന്ന്? 1904 ഡിസംബർ 24. ഇന്ത്യൻ ഒപ്പീനിയൻ്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ഗാന്ധിജി ഏറ്റെടുത്തതെന്ന്? 1904 ഒക്ടോബറിൽ. 1904 പ്ലേഗ് ആരംഭിച്ചപ്പോൾ ഗാന്ധിജി ആശുപത്രി സംഘടിപ്പിച്ചത് എവിടെയായിരുന്നു? ജോഹന്നാസ്ബർഗിൽ. ബംഗാൾ വിഭജനം നടത്തിയതാര്? കഴ്സൺ പ്രഭു. 1905 ബംഗാൾ വിഭജനം നടന്നത്. ബോവർ യുദ്ധത്തിലെന്ന പോലെ നേറ്റാളിൽ പൊട്ടിപ്പുറപ്പെട്ട സുളു വിപ്ലവത്തിലും സേവനത്തിനായി ഗാന്ധിജി ആംബുലൻസ് സൈന്യം പുനരാരംഭിച്ച വർഷം ഏത്? 1906. ഗാന്ധിജിക്ക് സാർജന്റ് മേജർ പദവി ലഭിച്ചതെന്ന്?
1906 ഇന്ത്യൻ ആംബുലൻസ് കോർ. ഗാന്ധിജിക്ക് സാർജൻറ്റ് മേജർ പദവി ലഭിച്ചതെന്ന്. 1906. എത്ര ഇന്ത്യൻ സന്നദ്ധ സേവകരുമായിട്ടാണ് ഗാന്ധിജി സുളു പുനരധിവാസത്തിനായി ആംബുലൻസ് സൈന്യം സംഘടിപ്പിച്ചത്? 24. വിദ്യാഭ്യാസ പ്രോത്സാഹനാർത്ഥം രൂപീകൃതമായ യങ് മെൻസ് മുഹമ്മദൻ അസോസിയേഷൻ്റെ നിയമാവലി എഴുതിയതാര്? ഗാന്ധിജി. പ്രിയ കൂട്ടുകാരെ, നിങ്ങളാരും അധികം കേട്ടിട്ടില്ലാത്ത ചോദ്യങ്ങളാണ് ഈ വീഡിയോകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും കമൻറ്റുകളും ഞങ്ങൾക്ക് പ്രചോദനങ്ങളാണ്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ബോംബെയിലെ സിംഹം, പ്രസിഡൻസിയിലെ മുടിചൂട രാജാവ്, ഈ വിശേഷണങ്ങളിൽ പ്രശസ്തി നേടിയ വക്കീലാര്? സർ ഫിറോസ് ഷാ മേത്ത. ബോംബെയിലെ സിംഹം, പ്രസിഡൻസിയിലെ മുടിചൂട രാജാവ് എന്നീ വിശേഷണങ്ങളിൽ പ്രശസ്തി നേടിയ വക്കീലാരാണ്? സർ ഫിറോസ് ഷാ മേത്ത. നിയമകോടതികളിൽ ഗർജിക്കുന്ന സിംഹം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചതാരെ? സർ ഫിറോസ് ഷാ മേത്ത. സർ ഫിറോസ് ഷാ മേത്ത ഹിമാലയ പർവ്വതമാണ്. ആ സ്വരൂപവും ഗംഭീരതയും ആർക്കും ഉൾക്കിടിലം ഉണ്ടാക്കും. ഇങ്ങനെ പറഞ്ഞതാര്? ഗാന്ധിജി. തിലക് ഒരു മഹാസമുദ്രമാണ്. ആ മഹാന്റെ അഗാധ പാണ്ഡിത്യവും വിശാല ഹൃദയവും ഉജ്ജ്വലമായ ദേശാഭിമാനവും ആരിലും ഭയഭക്തി ബഹുമാനങ്ങൾ ഉളവാക്കും. ഇങ്ങനെ പറഞ്ഞതാര്? ഗാന്ധിജി. ഗോഖലെയാകട്ടെ ഭാരതത്തിൻ്റെ ജീവഗന്ധിയായ ഗംഗാനദിയാണ്. സ്നേഹവും ശാന്തിയും ഉദാരതയും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ആർക്കും അനുഭവപ്പെടാതിരിക്കില്ല. ഇങ്ങനെ പറഞ്ഞതാര്? ഗാന്ധിജി. അവസാനം വരെ ഉറച്ചു നിൽക്കുക. സഹനമാണ് നമുക്കുള്ള പരിഹാരം. വിജയം സുനിശ്ചിതമാണ് എന്ന് ദക്ഷിണാഫ്രിക്കയിലെ ഏത് ജയിലിൽ നിന്നായിരുന്നു ഗാന്ധിജി ജനങ്ങൾക്ക് സന്ദേശം അയച്ചത്? ഓൾ ക്രസ്റ്റ് ജയിലിൻ്റെ പേരാണ്. നിങ്ങൾ ഒരു ആൺ തേനീച്ചയാണ് എന്ന് ഗാന്ധിജിയോട് പ്രതികരിച്ചതാര്? ഡോക്ടർ ഓൾഡ് ഫീൽഡ്. ഗാന്ധിജിയുടെ ക്ഷണപ്രകാരം ഗോപാലകൃഷ്ണ ഗോഖലെ ഇംഗ്ലണ്ടിൽ നിന്ന് എപ്പോഴായിരുന്നു ദക്ഷിണാഫ്രിക്കയിൽ വന്നത്? 1912 ഒക്ടോബറിൽ. ദക്ഷിണാഫ്രിക്കയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗാന്ധിജിയെ സഹായിച്ച ഇന്ത്യൻ നേതാവാര്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെ ദക്ഷിണാഫ്രിക്ക സന്ദർശിച്ചതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ത്? ദക്ഷിണാഫ്രിക്കയിലെ സത്യാഗ്രഹ സമരം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജനറൽ സ്മട്സുമായി സംഭാഷണം നടത്തുന്നതിനു വേണ്ടി. മിർ ആലമിൻ്റെ പത്താൻകാരായ കൂട്ടരുടെ ആക്രമണത്തിൽ ബോധരഹിതനായ ഗാന്ധിജിയെ അദ്ദേഹത്തിൻ്റെ സ്നേഹിതർ ഒരു വണ്ടിയിൽ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ഒരു ഡോക്ടർ വന്ന് മുറിവ് കെട്ടുകയും ചെയ്തു. ഗാന്ധിജി അദ്ദേഹത്തോടൊപ്പം 10 ദിവസം താമസിച്ചു. ആരായിരുന്നു ആ സ്നേഹിതൻ? ജോസഫ് ഡോക്ക്. ജനറൽ സ്മട്സുമായുള്ള കരാർ ലംഘനത്തിൻ്റെ ദൗർഭാഗ്യത്തിൽ തൻ്റെ നാട്ടുകാരോട് അദ്ദേഹം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ പൊതുജനമധ്യത്ത് കത്തിക്കുവാൻ ആഹ്വാനം ചെയ്തു. 1908 ഓഗസ്റ്റ് 16 ചേർന്ന പൊതുയോഗത്തിൽ 2000-ലധികം സർട്ടിഫിക്കറ്റുകൾ അഗ്നിക്കിരയാക്കി. ഇത് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ആദ്യ സംഭവമായിരുന്നു. എവിടെ വച്ചായിരുന്നു സംഭവം? ജോഹന്നാസ്ബർഗ്. എവിടെ വച്ചാണ് ഗാന്ധിജി ഹിന്ദ് സ്വരാജ് രചിച്ചത്? SS കിൽഡോനൻ എന്ന കപ്പലിൽ ഇംഗ്ലണ്ടിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലേക്കുള്ള യാത്രയിൽ നവംബർ 13 മുതൽ 22 വരെ 10 ദിവസം കൊണ്ട് ഗുജറാത്തി ഭാഷയിൽ എഴുതി. 1909 SS കിൽഡോനൻ എന്ന കപ്പലിൽ. ഗാന്ധിജി ആദ്യമായി പ്രസിദ്ധീകരിച്ച പുസ്തകം ഹിന്ദ് സ്വരാജ് അല്ലെങ്കിൽ ഇന്ത്യൻ ഹോം റൂൾ 1909 പുറത്തിറക്കി. വായനക്കാരനും പത്രാധിപരും തമ്മിൽ സംസാരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ രചന. അടുത്ത ചോദ്യം, ഹിന്ദ് സ്വരാജ് ഇന്ത്യൻ ഒപ്പീനിയനിൽ പ്രസിദ്ധീകരിച്ചതെന്ന്? 1909 ഡിസംബർ 11, 18 തീയതികളിൽ. വികസന സങ്കല്പങ്ങളെക്കുറിച്ച് ഗാന്ധിജി തൻ്റെ കാഴ്ചപ്പാടുകൾ ക്രോഡീകരിച്ച ആദ്യത്തെ പുസ്തകമേത്? ഹിന്ദ് സ്വരാജ് അല്ലെങ്കിൽ ഇന്ത്യൻ ഹോം റൂൾ. ഹിന്ദ് സ്വരാജ് 1909 പ്രസിദ്ധീകരിക്കുമ്പോൾ എത്ര കയ്യെഴുത്ത് പേജുകളാണ് ഉണ്ടായിരുന്നത്?
271 പേജുകൾ. ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ആദ്യത്തെ ഗുണഭോക്താവ് ആരായിരിക്കണം? സമൂഹത്തിലെ ഏറ്റവും ദുർബലൻ. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിയുടെ സന്തത സഹചാരികളായിരുന്ന 2 വിദേശ സുഹൃത്തുക്കളാര്? കല്ലൻബർഗ്, ഹെൻറി എസ്. പോളക്ക്. ടോൾസ്റ്റോയ് ഫാം സ്ഥാപിച്ചത് എവിടെ? ജോഹന്നാസ്ബർഗിൽ. ഗാന്ധിജിയെ സ്വാധീനിച്ച റഷ്യൻ ചിന്തകൻ ആരായിരുന്നു? ലിയോ ടോൾസ്റ്റോയ്. ദ ഇന്ത്യൻ റിലീഫ് ആക്ട്, ഒന്നാമത്തെ ദക്ഷിണാഫ്രിക്കൻ നിയമസഭ ഇന്ത്യക്കാരുടെ പരാതികളിലൂടെ തടവുകാരെ വിട്ടയക്കുവാൻ തീരുമാനിച്ചു. എന്നായിരുന്നു അത്? 1914 ജൂൺ 26. ദക്ഷിണാഫ്രിക്കയിലെ സത്യാഗ്രഹ സമരം അവസാനിച്ചതെപ്പോൾ? 1914. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ഏകാന്ത തടവുകാരനായിരുന്നത് എവിടെയായിരുന്നു? ജോഹന്നാസ്ബർഗ്, പ്രിട്ടോറിയ. ദക്ഷിണാഫ്രിക്കയിലെ ശുഭകരമായ സമരപരിപാടികളുടെ പര്യവസാന ശേഷം ഗാന്ധിജി ഇംഗ്ലണ്ട് വഴി ഇന്ത്യയിലേക്ക് കപ്പൽ കയറി. സഹയാത്രികർ ആരൊക്കെയായിരുന്നു? കസ്തൂർബയും മിസ്റ്റർ കല്ലൻബക്കും. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണങ്ങൾ നടന്നത് എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയിൽ. ദക്ഷിണാഫ്രിക്കയിലെ സത്യാഗ്രഹ ചരിത്രത്തിൻ്റെ മുഖ്യഭാഗങ്ങൾ ഗാന്ധിജി എഴുതിയത് എവിടെ വച്ചാണ്? ഏർവാദ ജയിലിൽ വച്ച്. ഗാന്ധിജി എത്ര വർഷം ദക്ഷിണാഫ്രിക്കയിലുണ്ടായിരുന്നു? 21 വർഷം. ഇതിൽ കുറച്ചുനാൾ ഇന്ത്യയിലും. ദക്ഷിണാഫ്രിക്കയിലെ സമരകാലത്ത് എത്ര തവണ ഗാന്ധിജി അറസ്റ്റ് വരിച്ചിട്ടുണ്ട്? 6 തവണ. ദക്ഷിണാഫ്രിക്കയിൽ വെള്ളക്കാർക്കിടയിൽ ഗാന്ധി അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? കൂലി ബാരിസ്റ്റർ എന്ന പേരിലാണ്. കൂലി ബാരിസ്റ്റർ എന്ന പേരിലാണ് ദക്ഷിണാഫ്രിക്കയിൽ വെള്ളക്കാർക്കിടയിൽ ഗാന്ധി അറിയപ്പെട്ടിരുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ അവിടുത്തെ വെള്ളക്കാർ ഇന്ത്യക്കാരെ വിളിച്ചിരുന്നത് ഏത് പേരിലാണ്? കൂലികൾ. ദക്ഷിണാഫ്രിക്കയിൽ അവിടുത്തെ വെള്ളക്കാർ ഇന്ത്യക്കാരെ വിളിച്ചിരുന്നത് കൂലികൾ എന്നായിരുന്നു. പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയോട് കൂടി നമ്മൾ 400 ചോദ്യങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ആവർത്തിച്ച് കേൾക്കുക. കേട്ടിട്ടില്ലാത്ത ചോദ്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും കേട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യങ്ങളുമായി വീണ്ടും വരുന്നവരെ ബൈ ബൈ.